ഒരു കാലത്ത് ഒരു കാപ്പിപ്പൊടി വാങ്ങിക്കാൻ പോയാൽ, ഒരു മുട്ടുസൂചി വാങ്ങിക്കാൻ പോയാൽ, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയാൽ, ഒരു പൈപ്പ് വാങ്ങിക്കാൻ പോയാൽ, ഒരു വിദ്യാഭ്യാസവും ലഭിക്കാത്ത കാലത്ത്, ഒരു എഞ്ചിനീയറിംഗും ഇല്ലാതിരുന്ന കാലത്ത് ഈ നാട്ടിലെ സാധാരണക്കാരിയായ ഒരു അമ്മയ്ക്ക് അതിൻ്റെ ഗുണവും ദോഷവും അറിയാമായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിയാൻ പോലും വിദ്യാഭ്യാസം കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് സിദ്ധന്മാരുടെയും മറ്റുള്ളവരുടെയും കുറ്റം മാത്രമല്ല, നിങ്ങളുടെ കൂടെ കുറ്റമാണ്, എൻ്റെയും കുറ്റമാണ്. എന്നെ ചേർത്ത് വെച്ച് തന്നെ എന്നെ ചേർക്കണം. കാരണം എന്താ വെച്ചാൽ ഞാനിതിലുണ്ട്. ഈ കച്ചവടങ്ങൾക്കെല്ലാം എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പോയി ഒരു അരി വാങ്ങിക്കുമ്പോൾ ഉത്തമമായ ഒരു അരി എടുത്തു തന്ന് അതിന് 25 രൂപ വിലയാണെന്ന് പറയുമ്പോൾ, ഉത്തമമായൊരു സ്റ്റീൽ പാത്രം എടുത്തു തന്ന് ഇത് 350 രൂപ കിലോയ്ക്ക് വിലയാണ്, ഇത് സേലം സ്റ്റീലാണ് എന്ന് പറയുമ്പോൾ 120 രൂപയ്ക്ക് അപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി മേടിക്കുവാൻ പോകുന്ന ഞാൻ ക്രോമിയം പ്ലേറ്റഡ് സ്റ്റീൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് അരി വെക്കുകയും ക്രോമിയം പ്ലേറ്റഡിന് മാത്രം മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് ഉത്തമമായി വിൽക്കുന്നവനെ വിൽപ്പനയിൽ നിന്ന് മാറ്റിമറിക്കുന്നുവെങ്കിൽ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറായത്. ഒരു പുരോഹിതനെ, ഒരു പൂജാരിയെ, ഒരു സന്യാസിയെ, ഒരു സിദ്ധനെ, ഒരു ഉത്തമ മനുഷ്യനെ, ഒരു സാമൂഹ്യ പ്രവർത്തകനെ, നല്ലൊരു ഭരണാധികാരിയെ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒന്നും തിരിച്ചറിയാൻ ഇവിടുത്തെ ജനതയ്ക്ക് പറ്റാത്ത വിധമായി ഈ 50 കൊല്ലത്തെ ജനാധിപത്യം കൊണ്ടെങ്കിൽ മാറി മാറി ഭരിച്ചവരും ഭരിക്കാൻ പോകുന്നവരും ഭരിക്കാൻ കോപ്പുകെട്ടി നിൽക്കുന്നവരും ഇതിനായിട്ട് ഓടി നടന്നവരും ഇവിടുത്തെ മതങ്ങളും എല്ലാം ഒന്നിച്ച് പ്രതിക്കൂട്ടിലാവുക തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായി. ഇത്രയും കാലം ഈ ജനതയ്ക്ക് അറിവ് കൊടുത്ത മാധ്യമങ്ങൾക്ക് ഇതുവരെ സത്യം തിരിച്ചറിയിക്കുന്നതിനുള്ള അറിവ് കൊടുക്കാൻ പറ്റിയില്ല. വികാരം കൊള്ളിക്കുവാനും വീണ്ടും ഇത്തരം കാര്യങ്ങളെ സൃഷ്ടിക്കുവാനും മാത്രമേ കഴിഞ്ഞുള്ളൂ എങ്കിൽ ഏറ്റവും ദുരുപദിഷ്ടമായത് മാധ്യമങ്ങളുടെ ലോകവുമാണ്. ഭരണാധികാരികളെക്കാൾ മതങ്ങളെക്കാൾ മാധ്യമങ്ങളാണ് മതപരവും ജാതീയവും വർഗപരവും രാഷ്ട്രീയവും ശാസ്ത്രപരവുമായ അറിവുകളെ ജനങ്ങളിൽ എത്തിക്കുന്ന മുഖ്യ സ്രോതസ്. തീർച്ചയായും അത് തിരിച്ചറിയാതെ ഞങ്ങളല്ല കുഴപ്പക്കാർ, ഈ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി സ്വയം രക്ഷപ്പെടാൻ ഓടുന്ന ഈ ഓട്ടം നിർത്തേണ്ട സമയമായി. മനസ്സിലാവുന്നുണ്ട്. മാധ്യമങ്ങൾ ഒരുപാട് പേരെ പൊളിച്ചു കാണിച്ചു, ഒരുപാട് പേരെ വിശദീകരിച്ചു കാണിച്ചു. എന്നിട്ടും എന്തേ ജനങ്ങൾ അവർ പറയുന്നത് വിശ്വസിക്കാതെ ഇവരുടെ പുറകെ പോകുന്നു? കാരണം ശരിക്കുള്ള ഭക്തനാണോ വന്നിരിക്കുന്നത്? ഇവൻ എന്ത് കാര്യസാധ്യത്തിനാണ് വന്നിരിക്കുന്നത്? ഒരു സിദ്ധന്റെ മുമ്പിലേക്ക് ഒരു ഭരണാധികാരി വിശ്വസിച്ചെത്തുന്നുവോ അവിടെ വരുന്ന ഭക്തന്റെ വോട്ട് പിടിക്കാൻ എത്തുന്നുവോ? അത്രയും ഭക്തന്മാരുടെ വോട്ട് ഞാനും ഇയാളുടെ ഭക്തനാണെന്ന് കാണിക്കുവാൻ യാതൊരു ഭക്തിയും ഇല്ലാത്തപ്പോൾ വന്ന് നമസ്കരിക്കുകയും വോട്ട് പിടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ പ്രത്യുപകാരമായി ആ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ഭക്തനാണെന്ന് നടിച്ചു നിൽക്കുകയും നിരന്തരമായി വോട്ടിന് ശ്രമിക്കുകയും ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞ് അതിൻ്റെ ഉപകാര സ്മരണ അന്യോന്യം നിലനിർത്തുവാൻ പോകുമ്പോൾ ഈ ഭക്തൻ്റെ നില എന്താണ്? യഥാർത്ഥ ഭക്തൻ്റെ നില എന്താണ്? യഥാർത്ഥ ആചാര്യൻ്റെ നില എന്താണ്? ഞാനൊരു ഭരണാധികാരിയായിരിക്കുമ്പോൾ, ഞാനൊരു നേതാവായിരിക്കുമ്പോൾ, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കുമ്പോൾ, ഞാനൊരു സാംസ്കാരിക നായകനായിരിക്കുമ്പോൾ, ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരിക്കുമ്പോൾ, മാധ്യമ മുതലാളിയായിരിക്കുമ്പോൾ, ഞാൻ നാടിൻ്റെ നന്മയെ കാക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമ്പോൾ, ഞാനൊരു സ്ഥലത്ത് ചെന്ന് ഒരു സിദ്ധൻ്റെയോ സന്യാസിയുടെയോ പുരോഹിതൻ്റെയോ കാൽപാദങ്ങളിൽ തൊട്ട് വന്ദിക്കുകയും അത് മഹത്തരമാണെന്ന് പറയുകയും ആ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനു തുല്യമായി ഈശ്വരീയതയുള്ളത് വേറൊന്ന് കണ്ടിട്ടില്ല എന്ന് ഉറക്കെ പറയുകയും അവിടെ ഇരിക്കുന്ന ആളുകളെ സോപ്പിടുകയും ഈ കടമ നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. തിരിച്ച് ഞാൻ പോരുകയും ഇതൊക്കെ കള്ളമാണ് എന്ന് ഞാൻ പിന്നീടൊരു അവസരത്തിൽ പറയേണ്ടി വരികയോ ഞാൻ വിശ്വസിക്കേണ്ടി വരികയോ ചെയ്യുന്നെങ്കിൽ ഈ പിടിച്ച കള്ളനെ പോലെ തന്നെ ഒരു കള്ളനല്ലേ ഇയാളും? തമ്മിൽ എന്താണ് ഭേദം? അരക്കള്ളനും മുക്കാക്കള്ളനും ഒരു കള്ളനും തമ്മിലുള്ള വ്യത്യാസമല്ലാതെ കള്ളത്തിൽ എന്താണ് വ്യത്യാസം?